അങ്ങനെ 1972 ഡിസംബർ മാസം 11 ഞാൻ കോൾ ലെറ്റർ അനുസരിച്ച് ജലാലി ഈസ്റ്റ് ഗാർഡ് റൂമിലെത്തി. അവിടുന്ന് എനിക്ക് സർവീസ് നമ്പർ തന്നു. അവിടെ തലേദിവസം വന്ന ഒരു സീനിയറായി അവരെന്നെ കൂട്ടി ബില്ലറ്റിലേക്ക് കൊണ്ടുപോയി പെട്ടി അവിടെ വെച്ചു. നേരെ വിളിച്ചു ബാർബർ ഷോപ്പിലോട്ട് കൊണ്ടുവന്നു. എല്ലാം നല്ല ഭംഗിയായിട്ടൊരു ഓൾമോസ്റ്റ് എല്ലാം ക്ലീൻ ഷേവ് ആക്കി തന്നു. മേളിൽ മാത്രം കുറച്ച് മുടി, സൈഡിലെല്ലാം പോയി. അതിന് മുമ്പായിട്ട് പറഞ്ഞു, ബാർബർ പറഞ്ഞു, അവിടെ വരുന്നവരൊക്കെ പതിവായിട്ടൊരു ഫോട്ടോ എടുക്കുന്ന പതിവുണ്ട്. അതിൻ്റെ അടുത്ത് മുറിയിലെ ഫോട്ടോഗ്രാഫറുണ്ട്. ഫോട്ടോഗ്രാഫർ ഒരു പടം എടുത്തു. അത് കഴിഞ്ഞ് വിട്ട് പിറ്റേ ദിവസം ലോജിസ്റ്റിക് സെക്ഷനിൽ കൊണ്ടുപോയി ഡ്രസ്സൊക്കെ തന്നു. ഞങ്ങളുടെ എൻട്രിയിലെ 4 ബാച്ചായിരുന്നു. ഞാൻ ഡി ബാച്ചിലായിരുന്നു. അതിൽ ഞങ്ങൾ കൂടുതൽ ഒരു 11 മലയാളികളായിരുന്നു. അതിലൊരു വാറണ്ട് ഓഫീസറുടെ മകനുണ്ടായിരുന്നു, വിജയൻ. അപ്പൊ അവന് ഹിന്ദി അറിയാവുന്നതുകൊണ്ട് പറയാം, അവിടെ പറയുന്ന ചീത്തകളൊക്കെ പഞ്ചാബികളൊക്കെ പറയുന്ന ചീത്തകളാ നിന്റെ അമ്മയ്ക്കാ പറഞ്ഞു, നിന്റെ പെങ്ങക്കാ പറഞ്ഞേ. അത് എയർഫോഴ്സുകാർക്കും മിലിറ്ററിക്കാർക്കും കേൾക്കുന്നവർക്ക് അറിയാം. അപ്പൊ നമുക്ക് സങ്കടം തോന്നിയതാ അന്ന്. പക്ഷേങ്കിൽ അവിടെ ഒരു 60% മലയാളികളായിരുന്നു ഞങ്ങളുടെ ട്രെയിനിങ് ഉണ്ടായിരുന്നു. ഞങ്ങളുടെ ഓഫീസറെ ലഫ്റ്റനന്റ് പിള്ള, MW പുന്നൂസ്, വാറണ്ട് ഓഫീസർ ജോസഫ്, കോപ്പിൾ നായർ, സർജൻ പിള്ള, ഇതെല്ലാം GTI ആണ്. ഗ്രൗണ്ട് ട്രെയിനിങ് ഇൻസ്ട്രക്ടേഴ്സ് ആണ്. അവിടെ ഞങ്ങള് 40 പേരോളം ഉണ്ട്. അത് ഒരു സർദാർജിയാണ്, ബൽബീർ സിംഗ്. രാവിലെ 5:30 മണിക്ക് എണീക്കണം, വിന്റർ വെസ്റ്റ് വിട്ടോണ്ട് ഓടി പരേഡ് ഗ്രൗണ്ടിൽ ചെല്ലണം. അവിടെ ഒരു ചെറിയ എക്സർസൈസ് തന്നിട്ട് കുടിച്ചിട്ട് അത് കഴിഞ്ഞ് ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ് പിന്നെ പരേഡിന് പോകണം. ആംസ് ഒന്നുമില്ല, വെറുതെ സാവധാനം വിശ്രാമം പഠിക്കുക. ഓരോ കൊട്ടുകൊട്ടു. ഞാൻ പറഞ്ഞു എന്നെ കാണാൻ അടിച്ചിട്ടുണ്ട്. കാരണം ഞാൻ അങ്ങനെ വളർന്നു വന്നായിട്ട് എന്നെ ആരും അടിച്ചിട്ടില്ല, മുട്ടിട്ടില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു അന്നേരം ഞാൻ അവനൊരു വേല വെച്ചു കൊടുക്കുമെന്ന് പറഞ്ഞു. ഒരു ദിവസം വന്ന് എന്നെ പിടിച്ച് സാവധാനം നിർത്തിവെച്ച് ഒരു കൊട്ടുകൊട്ടി. എന്നെ കൊട്ടിയുണ്ട് ഞാൻ ആ മണ്ണിനകത്തോട്ട് അങ്ങ് വീണു. അവിടെ കിടന്നു. അവിടുന്ന് ഇപ്പോഴത്തേക്ക് കൂട്ടുകാരെല്ലാം കൂടെ പൊക്കി ഇപ്പോഴത്തേക്ക് കൂടി വരുന്നു. W പുന്നൂസ് വർഗീസിനെ അടിച്ചു. വലിയ കാര്യമാണ്. എല്ലാവരും കൂടെ പൊക്കി വന്ന് ആംബുലൻസ് വന്നു, SSK കൊണ്ടുപോയി BP നോക്കുന്നു, മരുന്ന് തരുന്നു. കുറെ നേരം കഴിഞ്ഞ് എന്തോ പറ്റിയെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു എനിക്കൊന്നും അറിയത്തില്ല. ഞാൻ അവിടെ അങ്ങനെ കിടന്നു. ഫസ്റ്റ് എയ്ഡ് ഒക്കെ തന്നു. 3 ദിവസത്തേക്ക് ലൈറ്റ് ഡ്യൂട്ടിയും തന്നു. നല്ല ഡ്യൂട്ടികളാണ്. MD, LD, ED, RTU, PT പരേഡ് എക്സംഷൻ. നമുക്ക് LD കിട്ടി. 3 ദിവസം അവിടെ ബില്ലറ്റിൽ പോയിരുന്നു. പിറ്റേ ദിവസം എന്റെ പുറത്ത് കേസ് ചാർജ് ചെയ്തു. ഹാൻഡിൽ ചെയ്യാൻ പറ്റത്തില്ല, കൈവയ്ക്കാൻ പറ്റത്തില്ല. അവനെ ചാർജ് ഷീറ്റ് ചെയ്തു. സർദാർജിയാണ്, ഇവനും സർദാർജി, അതും സർദാർ. വിംഗമാർഡ് മൻമോഹൻ സിംഗ്, കമാൻഡിംഗ് ഓഫീസറിന്റെ മുമ്പിൽ അവിടെ ബെഞ്ചിൽ പോയിരിക്കണം. നോർത്ത് ഇന്ത്യൻസ് എല്ലാം കൂടി അടിച്ചെന്ന് പറയരുത്. ഇവിടത്തൂടെ മലയാളികൾ എല്ലാവരും കൂടെ പറയും നിന്നെ അടിച്ചെന്ന് തന്നെ പറയണം. അവരെന്നെ പറഞ്ഞ് എല്ലാം പഠിപ്പിച്ചു. അങ്ങനെ CO റൂമിൽ കൂടിയിട്ട് വാറണ്ട് ഓഫീസർ കൊണ്ട് എന്റെ പേരും നമ്പരും എല്ലാം വിളിച്ചു, കുറ്റം വായിച്ചു. വിംഗമാർഡ് ചോദിച്ചു എന്നെ അടിച്ചത് ശരിയാണോ? അടിച്ചത് ശരിയായെന്ന് പറഞ്ഞു. ഇത്രയും ചോദിച്ചു. പുറത്തു കൊണ്ടുപോകാൻ പറഞ്ഞു. പുറത്തു വന്നപ്പോൾ അവന്റെ മുഖം മ്ലാനമായിരിക്കുന്നു. UW പറഞ്ഞു അവന്റെ ആക്ടിംഗ് റാങ്ക് എടുത്തു കളഞ്ഞു. ട്രെയിനിങ്ങിന് വേണ്ടി ആക്ടിംഗ് റാങ്ക് കൊടുത്തിരിക്കുകയായിരുന്നു. അങ്ങനെ ട്രെയിനിങ് സെന്ററിൽ തന്നെ 10 ദിവസം കഴിഞ്ഞപ്പം അവിടുത്തെ ഹീറോ ആയിട്ട് മാറി. അങ്ങനെ ട്രെയിനിങ് പൂർത്തിയാക്കി. 1 ഓപ്പറേഷണൽ ഗ്രൂപ്പ് ജോധ്പൂർ, ആർക്കും അറിയത്തില്ല, പുതുതായിട്ട് ഫോം ചെയ്യുന്നതാണ്. അന്ന് 5 ട്രെയിൻ, 6 ട്രെയിൻ, 7 ട്രെയിൻ കയറി വേണം ജോധ്പൂരിന് പോകാൻ. എറണാകുളത്തുനിന്ന് കയറി എറണാകുളം ജംഗ്ഷൻ മീറ്റർ ഗേജ്, അവിടുന്ന് ബ്രോഡ് ഗേജിൽ ബോംബെക്ക് പോകണം. അടുത്തത് പോകുന്നത് വീട്ടിൽ നിന്നായിരിക്കും. അങ്ങനെ പോകണം അഹമ്മദാബാദിന് പോകണം. അവിടുന്ന് ട്രെയിൻ കയറി പാലൻപൂർ പോകും. അതൊരു വലിയ ജംഗ്ഷൻ. പാലൻപൂർ കഴിഞ്ഞ് കഴിഞ്ഞാൽ മാർവാർ ജംഗ്ഷൻ. അഹമ്മദാബാദിൽ നിന്ന് കഴിഞ്ഞാൽ വീണ്ടും മീറ്റർ ഗേജാണ്. എല്ലാം കൽക്കരിയാണെന്ന് ആലോചിച്ചോണം. അവിടുന്ന് മാർവാറിൽ നിന്ന് പാലിയിൽ നിന്ന് ജോധ്പൂർ. കുതിര വണ്ടിയെ കയറിയാ പിന്നെ വില്ലേറ്റിൽ ചെല്ലുന്നു. വേറൊന്നുമില്ല അവിടെ. അങ്ങനെയാണ് അപ്പോഴത്തേക്ക് 6ാമത്തെ ദിവസവും 7ാമത്തെ ദിവസവും ആയിരിക്കും അവിടെ ചെല്ലുന്നത്. ഒരു ലൈബോയ് സോപ്പും 2 ലൈബോയ് സോപ്പൊക്കെ ചകിരിയിട്ട് തേച്ച് കഴിഞ്ഞെങ്കിൽ നമ്മുടെ തൊലിയൊക്കെ നേരത്തെ ഈ കരിയൊക്കെ മാറി വരത്തുള്ളൂ. അതുവരെയും ദേഹത്തുനിന്ന് വരുന്ന വയക്കും എല്ലാം കരിയുടെ മണമാണ്. അങ്ങനെ രാജസ്ഥാനിൽ ചെന്നു. അവിടുന്ന് ഒരു എഴുത്തെഴുതി കൊടും ചൂട്, മറ്റേ എവിടെ നോക്കിയാലും പൊടിക്കാറ്റും ഒരു വിജനമായ സ്ഥലം. ഇതൊക്കെ സങ്കടമായി പോയി. ബാംഗ്ലൂരിലെ ട്രെയിനിങ് കുഴപ്പമില്ല. പക്ഷെ ഞാൻ കരഞ്ഞെഴുതി വീട്ടിലെല്ലാരും കൂടെ കരയാറുണ്ട്. എത്ര എഴുതിയാലും തീരത്തില്ല. അങ്ങനെ ഒരു ഇൻലൻഡ് സഖയില്ല മടക്കി കഴിഞ്ഞും പിന്നെ സൈഡിൽ കൂടെ എന്തെങ്കിലും ഓർത്താതെ എഴുതും. 5-8 ദിവസം കഴിയുമ്പോഴേക്കും ഒരു എഴുത്ത് വരുന്നത്. അതെന്റെ ജീവിതത്തിന്റെ ഒരു വലിയ വഴിത്തിരവായിരുന്നു. ജോധ്പൂരിലെ എന്റെ പോസ്റ്റ്. അവിടെ ഞാൻ ജോലി ചെയ്തത് SO, SMSO. ഞാൻ ജനിച്ചത് അപ്പർ കുട്ടനാടാണ്.
6 മാസം കരയിലും 6 മാസം വെള്ളത്തിലും ജീവിച്ചു. വെള്ളവുമായിട്ട് ഇഴകിച്ചേർന്ന് പോകുന്നതായ ഒരു സ്വഭാവമാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും ഉള്ള, കുട്ടനാടുകാർക്കും അപ്പുറ കുട്ടനാട്. അവിടുന്ന് നേരെ ഞാൻ രാജസ്ഥാൻ മരുഭൂമിയിലേക്ക് ചെല്ലുമ്പോൾ ഒരവസ്ഥ വളരെ ഭയാനകമായിരുന്നു. വെറും പ്രായം, മീശ കളിക്കാത്ത പ്രായം. എന്നാൽ ചില പോസിറ്റീവ് തോട്ട്സ് എപ്പോഴും എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. പ്രയാസങ്ങള്, പ്രതികൂലങ്ങള് തിരമാലകൾ മാതിരിയാണ്. ആ തിരമാലകളെ നാം സധൈര്യം നേരിടുമ്പോൾ ആ തിരമാലയ്ക്കൊപ്പം നാം ഉയർന്നു കിട്ടും. അത് ഇംഗ്ലീഷിൽ ഇപ്രകാരമാണ്: ഡിഫിക്കൽട്ടീസ് ആർ ലൈക്ക് വേവ്സ്, ഇഫ് യു ഫേസ് ദം വിത്ത് കറേജ് യു വിൽ ഫൈൻഡ് യുവർ സെൽഫ് ലിഫ്റ്റഡ് അപ്പ് ടു മീറ്റ് ദം. അത് എൻ്റെ ജീവിതത്തിൽ ഞാൻ പ്രാവർത്തികമാക്കിയിരുന്നു. പ്രതിസന്ധികളെയൊക്കെയും തരണം ചെയ്യുവാനും അതിനെ അനുകൂലമാക്കുവാനും തക്കവണ്ണം ധാരാളം ദൈവിക ശക്തി, കൃപ ലഭിക്കുന്നതിന് എനിക്ക് അനേകരുടെ പ്രാർത്ഥന അന്നും ഇന്നും ഉണ്ട്. അപ്പോൾ എനിക്കതൊരു പോസിറ്റീവ് എനർജിയായിരുന്നു. അപ്പം കാര്യം ആര് പറഞ്ഞാലും വകവയ്ക്കണം. അങ്ങനെയൊക്കെ ചില കാര്യങ്ങൾ എൻ്റെ നോട്ട് ബുക്കിൽ എഴുതിയിരിക്കും. ഇന്ന് ജോധ്പൂരിലെത്തി ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ ഞാൻ കമാൻഡിലെ സീനിയർ ഓഫീസർ അഡ്മിനിസ്ട്രേഷനും സീനിയർ മെയിൻ്റനൻസ് സ്റ്റാഫ് ഓഫീസർ, അങ്ങനെ 2 ഓഫീസുകളും ഞാൻ എൻ്റെ അന്ന് എൻ്റെ മേലധ്യക്ഷനായിരുന്ന ഗ്രൂപ്പ് ക്യാപ്റ്റൻ സുൽത്താൻ സിംഗ് യാദവ് എന്ന മനുഷ്യനാണ്. ഗ്രൂപ്പ് ക്യാപ്റ്റൻ SS യാദവ്, പത്മശ്രീ, അദ്ദേഹത്തോടുകൂടി ഞാൻ ഓഫീസിൽ ജോലി ചെയ്യാൻ തുടങ്ങി. എന്നെ ഒരു മകനെ പോലെ സ്വീകരിച്ചു. അവർക്കും 2 മക്കളായിരുന്നു, ഒരു മകനും ഒരു മകളും. അവരുടെ വീട്ടിലെ എന്നെ സ്വീകരിക്കുകയും എനിക്ക് ആവശ്യമായ പരിചരണങ്ങളൊക്കെയും തന്നുകൊണ്ടിരുന്നു. ഞാൻ പറഞ്ഞത് വളരെ ചെറുപ്പമാണ് ഞാനെന്ന്. അങ്ങനെ ഇരിക്കുമ്പോൾ ഈ ഓഫീസറുടെ വീട്ടിൽ ധാരാളം ആളുകൾ വരികയും പോവുകയും ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അവരെല്ലാം വരുന്ന ദുഃഖത്തോട് വരുന്നു, പോകുമ്പോൾ സന്തോഷത്തോടെ പോകുന്നത്. ഒരു ദിവസം ഇങ്ങനെ ഇത് ചോദിച്ചു, സാറേ ഇവിടെ വരും 3 ആൾക്കാർ വരുന്നു, അവർ പോകുമ്പോഴെല്ലാം സന്തോഷത്തോടെ പോകുന്നത്, ഇതെങ്ങനെയാ സാധിക്കുന്നതെന്ന് ചോദിച്ചു. ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ കാര്യം എന്നോട് പറഞ്ഞു. അദ്ദേഹത്തിന്റെയും പിതാവ് ചെറുപ്പത്തിലേ നഷ്ടപ്പെട്ടിരുന്നു. അവർ 5 ആൺമക്കളായിരുന്നു. അവരുടെ അമ്മ നല്ല ദൈവഭക്തിയായ ഒരു സ്ത്രീ ആയിരുന്നു, ഹരിയാനക്കാരി. ആ സ്ത്രീ ഓരോ മക്കളെയും പഠിപ്പിച്ചു. ഈ മകനോടും പറഞ്ഞു, സുൽത്താൻ, നീ വലുതായി നീ ഒരു അവസ്ഥയിൽ എത്തിക്കഴിയുമ്പോൾ നിനക്ക് ആരെങ്കിലും സഹായിപ്പാനായിട്ട് സാധിക്കുമെങ്കിൽ ആരെങ്കിലും നിന്റെ അടുത്ത് ആവശ്യമായിട്ട് വരുമ്പോൾ അവരോട് നോ എന്ന് പറയരുതെന്ന് പറഞ്ഞു. നിനക്ക് സാധിക്കാൻ പറ്റാത്തതാണെന്നുണ്ടെങ്കിൽ പറയണം, ഐ വിൽ ട്രൈ ബട്ട് നെവർ സേ എ വേർഡ് നോ. വീണ്ടും പറഞ്ഞു, ഐ വിൽ ട്രൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെയ്യാമെന്ന് പറഞ്ഞതിനെക്കാട്ടിൽ വേഗത്തിൽ നടന്നിരിക്കും. സോ 1974 ഈ തത്വം എന്റെയും ആപ്തവാക്യമാക്കി. നോ പറയാതിരിക്കാൻ അത് ജീവിതത്തിൽ വലിയൊരു പോസിറ്റീവ് എനർജിയാണ്. അപ്പൊ ഞാൻ ചെയ്യത്തില്ലെന്ന് പറയുമ്പം അദ്ദേഹത്തിനുണ്ടാകുന്ന ആ വിഷമം മനസ്സിലാക്കി എന്നാ ലാഭവും ഇന്ന് വരെയും ഞാൻ 1974 മുതൽ ഈ സമയം വരെയും ഈ 2025 വരെയും കഴിവെന്ന് ഞാൻ നോ പറയത്തില്ല. പറ്റത്തില്ലെന്നുണ്ടെങ്കിൽ ഞാൻ പരിശ്രമിക്കാന്ന് പറയും. അത് തീർച്ചയായിട്ടും നടന്നുമായിരിക്കും. അദ്ദേഹം ഡൽഹിക്ക് മറ്റു സ്ഥലങ്ങളിലൊക്കെ കുടുംബമായിട്ട് പോകുമ്പോൾ എന്നെയും അവർ കുഞ്ഞുങ്ങളോടൊപ്പം അവിടെ താമസിപ്പിക്കും, അവർക്കൊരു താങ്ങും തണലുമായിട്ട്. ഒരു 15-ാം തീയതി ആകുമ്പോൾ മാഡത്തിന്റെ പേര് ആശാ യാദവ് പറയും, യു ആർ ഗെറ്റിംഗ് വളരെ കുറച്ച് ശമ്പളം നിനക്ക് കിട്ടുന്നുള്ളൂ, 100 രൂപ എടുത്തിട്ട് കൊണ്ടു തന്നിട്ട് പറയും, നീ ഇത് കൈവച്ചു, പിന്നെ നിനക്ക് ശമ്പളം കിട്ടുമ്പോൾ പല തവണയായിട്ട് പാർട്ടായിട്ട് തന്നാൽ മതിയെന്ന് പറയും. ഞാൻ പറയും, വേണ്ട മാഡം, ഞാൻ ആവശ്യത്തിനുണ്ടെന്ന് പറയും. പിന്നെ നിർബന്ധത്തിന് വഴങ്ങി ആ ശമ്പളം കിട്ടുമ്പം 100 രൂപ എന്ന് അത് വേറെ ഞാൻ 250 തിരിച്ചു കൊടുക്കും. ഇങ്ങനെ വർഷങ്ങളെ തുടർന്നു പോയിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ അവിടെ ഒരു പുതിയ എയർഫോഴ്സ് യൂണിറ്റ് വന്നു. അപ്പോൾ എന്നോട് പറഞ്ഞു, സ്റ്റെനോഗ്രാഫറിന്റെ വേക്കൻസി വന്നു, നിന്റെ അനിയന്മാർ വല്ലതും ഉണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, എൻ്റെ അനിയനെ 2ാം ക്ലാസ്സിൽ പഠിക്കുന്നേ ഉള്ളൂ. സഹോദരിമാരുണ്ടോ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, എനിക്ക് 5 സഹോദരിമാരുണ്ട്. ആരെങ്കിലും SLC പാസ്സായിട്ടുണ്ടോ? ഞാൻ പറഞ്ഞു, എൻ്റെ നേരെ മൂത്ത സിസ്റ്ററെ SLC പാസ്സായിട്ട് നിൽക്കുകയെന്ന് പറഞ്ഞു. ഉടനെ ടെലഗ്രാം അടിച്ച് പറയാൻ പറഞ്ഞു, ഡബിൾ ടൈം എടുത്ത് പഠിക്കാൻ. അങ്ങനെ ഞാൻ ടെലഗ്രാം അടിച്ചു. എന്നെ ഡബിൾ ടൈം എടുത്ത് പഠിച്ചു. 40 ദിവസം കഴിഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു, നീ വേഗം പോയി സിസ്റ്ററെ കൂട്ടിക്കൊണ്ടുവരാൻ പറഞ്ഞു. ബാച്ചിലറാണ്, എനിക്ക് പുറത്ത് താമസിക്കാൻ പറ്റുന്നത്, ഞാൻ ഹോസ്റ്റലിലാണ് താമസിക്കുന്നത്. അപ്പോഴത്തേക്ക് പറഞ്ഞു, നീ ആപ്ലിക്കേഷൻ ഇട്ടപ്പോൾ പെർമിഷൻ ടു ലിവ് ഔട്ട് വിത്ത് ഡിപ്പെൻഡന്റ് സിസ്റ്റർ, ആ പെർമിഷനും മേടിച്ച് അതെല്ലാം ടക്ക് പറഞ്ഞു പോയി കൊണ്ടുവരാൻ പറഞ്ഞപ്പോൾ ലീവ് ആപ്ലിക്കേഷനുമായിട്ട് ചെന്ന് എൻ്റെ SNCS ഇൻചാർജ് പറഞ്ഞു, ആനുവലി ഡ്യൂ ആയതുകൊണ്ട് കാഷ്വൽ ലീവ് തരാൻ പറ്റത്തില്ല. അതോടൊപ്പം തന്നെ ഇപ്പം കാഷ്വൽ ലീവ് ഇട്ട് മാൻ പവർ ഇല്ലാത്തതുകൊണ്ട് ഇപ്പം തരാനും പറ്റത്തില്ല. ചീഫിയുടെ അടുത്ത് ചെന്ന് IJ സിംഗ് എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ടെറർ ആൾക്കാരാണ്. അദ്ദേഹവും പറഞ്ഞു, ബെട്ടാ അഭി നഹീ ജാ സക്തേ എന്ന് പറഞ്ഞു. ഞാൻ വിഷമിച്ച് മടങ്ങി എൻ്റെ ബോസ് SOയുടെ അടുത്ത് വന്നു. അദ്ദേഹത്തെ ഒരു കമാൻഡിന്റെ ഫൈനാൻസ്, അഡ്മിനിസ്ട്രേഷൻ, റോഡ്, മെഡിക്കൽ, ഡിസിപ്ലിൻ, പ്രോവസ്റ്റ്, ലീഗൽ എല്ലാത്തിന്റെ അധിപനാണ് ഈ മനുഷ്യൻ. അദ്ദേഹത്തിന്റെ കീഴിലാണ് അനേക യൂണിറ്റുകൾ പ്രവർത്തിക്കുന്നത്. ഞാൻ നേരെ അങ്ങോട്ട് ചെന്നു, തൊപ്പി അങ്ങോട്ട് വെച്ചിട്ട് അങ്ങോട്ട് ഒരു സല്യൂട്ട് അടിച്ചു.
ഗ്രൂപ്പ് ക്യാപ്റ്റൻ സുൽത്താൻ സിംഗ് എസ് സാർ എനിക്ക് ലീവ് തന്നില്ല. അവർ തരുന്നു. ഈ മനുഷ്യനുണ്ടായ രോഷം അദ്ദേഹം അങ്ങോട്ട് പിയോട് പറഞ്ഞു, കണക്ട് മീൻ ടു ദേബ് എന്ന് പോസി യൂണിറ്റ്. സെന്റ് വർഗീസ് ഓൺ 20 days കാഷ്വലി. അതാണ് ഏറ്റവും മാക്സിമം കാഷ്വലി എടുക്കാൻ പറ്റുന്നത്. 20 days കാഷ്വലി വിത്ത് പ്രിഫിക്സ് സഫിക്സ് എല്ലാം കൂടെ കിട്ടുന്ന 10-26 ദിവസം കിട്ടും. 26 ദിവസം എനിക്ക് എല്ലാം കൂടെ ഒപ്പിച്ചെടുത്തു. പോയി പെങ്ങളെ കൂട്ടി കൊണ്ടുവന്നു. തിരിച്ചു വന്നു കഴിഞ്ഞാൽ ഞാൻ സെക്ഷനിൽ ചെന്നാണ് ഞാൻ പറഞ്ഞു, നിന്റെ ഡ്യൂട്ടി മാറി, നീ അവിടോട്ട് പോകണ്ടെന്ന് പറഞ്ഞു. 2 ദിവസം കാണാൻ ചെന്ന് എന്താ വരാൻ, എന്നെ വിടുന്നില്ല എന്ന് പറഞ്ഞു. എന്നോടൊപ്പം വരാൻ പറഞ്ഞു. അന്ന് ഗ്രൂപ്പ് ക്യാപ്റ്റൻ മാൻസിംഗ് ആണ്, 32 ആണ്. ഞാൻ പറഞ്ഞു, സാറ് കഴിഞ്ഞ് ട്രാൻസ്ഫർ അങ്ങ് പോയി, എനിക്ക് പിന്നെ ബുദ്ധിമുട്ടാകും. നിനക്കറിയാമോ, എന്റെ കുടുംബത്തെ 30 ഓഫീസർമാരുണ്ട്, അവർ നിന്നെ കാത്തോളുന്നു. ഒരു മാസം കഴിഞ്ഞപ്പം റിക്രൂട്ട് വർഗീസ് സിസ്റ്റർ 33 കമാൻഡിംഗ് ഓഫീസറോട് വിളിച്ചു പറഞ്ഞു, എന്റെ മുമ്പിൽ വെച്ച് റിക്രൂട്ട്. അന്നേരം തന്നെ യാതൊരു ബുദ്ധിമുട്ടും കൂടാതെ എന്റെ സഹോദരി അവിടെ റിക്രൂട്ടാകുകയാണ്. അന്ന് എന്നെക്കാട്ടിലെ ഇരട്ടി പേയ്മെന്റ് ആണ്. ഞാൻ തിരിച്ച് സെക്ഷനിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ സ്ക്വാഡ് ലീഡർ IP ഷാം, അന്ന് ആർമമെന്റ് ഓഫീസറാണ്, അടുത്ത 5-6 മാസം മുമ്പ് ജൽവായു വിഹാറിലുണ്ടായിരുന്നു, കമ്മനഗല്ലിൽ അവിടെ പോയിട്ട് മരിച്ചുപോയി. അദ്ദേഹം എന്നോട് പറഞ്ഞ ഒരു വാക്കുണ്ട്, ഇറ്റ് ഈസ് നോട്ട് ഹൗ ബിഗ് ഹൗ സ്മോൾ യു ആർ, ദ വേ യു ബിഹേവ്, ദ വേ യു ആക്ട്, ദാറ്റ് മേക്സ് യു ഗ്രേറ്റ്. 1975-76 കേട്ട വാക്കുകളാണ്. പെങ്ങളെ കൊണ്ടുവന്നു, പെങ്ങളെ ചേർത്തു, എയർഫോഴ്സിലായി. അങ്ങനെ പെട്ടെന്ന് കുടുംബത്തിലേക്ക് വലിയ വരുമാനം വർദ്ധിച്ചു. അത് കഴിഞ്ഞ് അതിന്റെ സിസ്റ്ററെ കൊണ്ടുവന്നു. എയർഫോഴ്സ് സ്കൂളിൽ ഒരു അക്കൗണ്ടന്റിന് വേക്കൻസി വന്നു. ജോധ്പൂർ SNCOSMSന്റെ അടുത്ത് നെക്സ്റ്റ് എയർഫോഴ്സ് സ്കൂളുണ്ട്, അവിടെ എൻ്റെ സഹോദരി എയർഫോഴ്സ് സ്കൂളിൽ ടീച്ചറാകുന്നു. അതിന്റെ നേരെയുള്ള സിസ്റ്ററെ കൊച്ചുമോളെന്ന് പറയും, എലിയാമ്മ. അവളെ ഇൻകം ടാക്സിലെ ഒരു ജോലിക്ക് ടെമ്പററി കിട്ടും. അങ്ങനെ ഞാൻ ഉൾപ്പെടെ 4 പേര് അവിടെ വരുമാനക്കാരായി. എനിക്ക് എയർഫോഴ്സ് എൻ്റെ ജീവിതത്തിനെ മോൾഡ് ചെയ്തത് അന്നും ഇന്നും എനിക്ക് എയർഫോഴ്സിനോട് കടപ്പാണ്. ഞാൻ അവിടെ ഉയർന്ന ഉദ്യോഗസ്ഥന്മാരുടെ അവിടെ നന്നായിട്ട് എഴുതുകയൊക്കെ ചെയ്യുമായിരുന്നുകൊണ്ട് മിക്കവാറും ഡ്രാഫ്റ്റ്സ്മാൻ പണിയാണ് ഞാൻ അവിടെ ചെയ്തുകൊണ്ടിരുന്നത്. എഫിഷ്യൻസി ഓഫീസിലെ സാസോ, SOA, SMSO ആ യൂണിറ്റിലെ എൻ്റെ സാമീപ്യം എല്ലാവർക്കും ഞാനൊരു സൗരഭ്യവാസനയാക്കി തീർത്തു. രാവിലെ 7 മണിക്ക് വന്നാൽ വൈകിട്ട് ചിലപ്പം 6:30-7 ആകുമ്പോൾ 1:30 ആകുമ്പോൾ അവിടെ തീരും. ഞങ്ങളുടെ 6 മണിക്കൂറേ ഉള്ളൂ, 7:30 to 1:30. പക്ഷെ ഞാൻ പോകുമ്പോൾ മിക്കവാറും വൈകിട്ടൊക്കെ 100, 200, 300 ഗ്രീറ്റിംഗ് കാർഡ്സുകളും ഒക്കെ ഇരുന്ന് ഒരേ ഇരിപ്പിൽ എഴുതും. സീനിയർ ഓഫീസർ അവരുടെ രാജകീയ രീതിയിൽ ഈ എഴുത്തുകൾ എഴുതുമല്ലോ, ഇൻവിറ്റേഷൻ, അതൊക്കെ പെയിന്റിങ് ബ്രഷ് കൊണ്ട് എഴുതി ഒക്കെ മനോഹരമായപ്പോൾ പെട്ടെന്ന് എല്ലാവർക്കും എൻ്റെ ഒരു ആവശ്യം അവിടെ വർഗീസിനെ ആവശ്യമുണ്ടെന്ന് പലർക്കും തോന്നാൻ തുടങ്ങി. 4ാമത്തെ പോസ്റ്റിംഗ് വന്നിട്ട് അവിടുന്ന് പോകുന്നു. എൻ്റെ ജീവിതം അവിടെ വളരെ സൗരഭ്യമായിരുന്നു. ധാരാളം സ്നേഹിതന്മാര് പുറത്തും അകത്തും. അങ്ങനെ ഇരിക്കുമ്പോൾ തന്നെ എൻ്റെ ഈ സിസ്റ്ററിന്റെ നേരെ മൂത്തതായിരുന്നു ഒരു BSF ഒരു ഇൻസ്പെക്ടർ ഒരു കല്യാണാലോചനയുമായിട്ട് വന്നു. അപ്പൊ എൻ്റെ സഹോദരി പറഞ്ഞു, എനിക്ക് താല്പര്യമില്ല. പക്ഷെ എൻ്റെ ഈ സ്നേഹിതൻ പുള്ളിയുടെ നിരന്തരമായ താല്പര്യത്തിന് പ്രകാരം അങ്ങനെ എൻ്റെ സഹോദരിയെ ജോധ്പൂർ വെച്ച് തന്നെ അദ്ദേഹത്തിന് വിവാഹം ചെയ്തു കൊടുത്തു. അവർക്ക് 2 ആൺമക്കളായി. എൻ്റെ നേരെ ഇളയ സിസ്റ്റർ അവരുടെ സ്കൂളിൽ അവിടെ ഉണ്ടായിരുന്ന സിക്കറിൽ നിന്നൊരു ആലോചന വന്നു. എറ്റേണൽ ലൈഫ് സ്കൂൾ എന്ന് പറഞ്ഞ് 30 കുട്ടികളുമായിട്ട് തുടങ്ങി 1000-ൽ പരം കുട്ടികളുമായിട്ട് സിക്കറിൽ നീംകാത്താന രാജസ്ഥാനിൽ എറ്റേണൽ ലൈഫ് സ്കൂൾ നടത്തുന്നു. അവിടുത്തെ പിള്ളേരൊക്കെ നല്ല പോലീസ് ഓഫീസർമാര്, മിലിറ്ററി ഓഫീസർമാര്, IAS-കാര്, ഡോക്ടറൊക്കെ ആയി. അവർ പറയും, ഇത് ഞങ്ങളുടെ സെക്കൻഡ് ബാപ്പാണ്, ഇത് സെക്കൻഡ് മായാണെന്നാണ് പറയുന്നത്. അപ്പൊ ഇതൊക്കെ കേൾക്കുമ്പോൾ നല്ല സന്തോഷമുണ്ടാകും. ജോധ്പൂർ എന്ന് പറഞ്ഞാൽ അന്നും ഇന്നും ഞാൻ ഇപ്പോഴും ഈ ബിസിനസ് ചെയ്യുമ്പോൾ ഞാൻ ജോധ്പൂരിൽ ഓരോ ഗലി കുറിച്ച് പറയുമ്പോൾ അവർ പറയും, ഞങ്ങൾക്ക് ഇത്ര അറിയത്തില്ലല്ലോ എന്ന് പറയും. അവിടുന്ന് തന്നെ എനിക്ക് 73 പോലെ 78 സാലറി. ഞാൻ AC2 ആയിട്ട് ചെന്നു. ഇപ്പൊ AC2 ഒന്നുമില്ല, AC1, LAC കോപ്പ് 4 പ്രൊമോഷൻ അവിടുന്ന് തന്നെ അവരുടെ യൂണിറ്റിൽ നിന്ന് മേടിച്ച് 78 സെപ്റ്റംബറിലാണ് പിന്നെ അവിടുന്ന് 5 വർഷത്തിൽ പരം ജോധ്പൂരിലുണ്ടായിരുന്നു. അത് എനിക്ക് വലിയൊരു അനുഭവമാണ്. ഒരിക്കലും ഞാൻ പരാജയപ്പെട്ടിട്ടില്ല. ഏത് കാര്യം ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ടോ അതിൽ കൂടുതൽ എനിക്ക് നേട്ടങ്ങൾ എയർഫോഴ്സിൽ നിന്നുണ്ടായിട്ടുണ്ട്. ഞാൻ അത് കഴിഞ്ഞിട്ട് ട്രെയിനിങ് കമാൻഡിൽ വന്നു. അത് കഴിഞ്ഞ് ഡൽഹിയിലെ പ്രൈം മിനിസ്റ്ററുടെ വീടിന്റെ നേരെ ഓപ്പോസിറ്റാണ് റേസ് കോഴ്സ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം. അവിടെ ഏതാണ്ട് 7 വർഷം ഞാൻ ഉണ്ടായിരുന്നു. അവിടെയും ഇരിക്കുമ്പോഴും നമുക്ക് ധാരാളം ആൾക്കാരെ സഹായിക്കാനും ഒക്കെ സാധിക്കും. ജീവിതത്തിലെ എനിക്ക് പറയാനായിട്ടുള്ളത്, ഞാൻ ഏറ്റവും ടഫസ്റ്റ് ആയിട്ടുള്ള ഓഫീസർമാരുടെ കൂടെ ജോലി ചെയ്തിട്ടുള്ളായിരുന്നു.
ഞാനിപ്പോൾ പേര് പറഞ്ഞ പലർക്കും മനസ്സിലാകത്തില്ല. ആദ്യം എന്റെ ബോസ് എയർ മാർഷൽ ഡി സുബയ്യ ആയിരുന്നു. അത് കഴിഞ്ഞ് എയർ മാർഷൽ രൺധീർ സിംഗ്, അത് കഴിഞ്ഞ് എയർ മാർഷൽ ദിൽബാഗ് സിംഗ് ചീഫായിട്ട് പിന്നെ മാറി, എയർ മാർഷൽ കെ ലൂയിസ്, എയർ മാർഷൽ കീലർ, എയർ മാർഷൽ പ്രതാപ് സിംഗ്, എയർ ചീഫ് മാർഷൽ സതീഷ് കുമാർ സരീൻ. ഇന്ത്യൻ എയർഫോഴ്സിന്റെ പ്ലെയിൻ എനിക്ക് വേണ്ടി കാത്ത് എന്നെ കയറ്റിക്കൊണ്ട് പോയിട്ടുണ്ട്. ഞാൻ സർജന്റ് ആയിട്ടിരിക്കുന്ന സമയത്ത് ഒരു തവണ ആവശ്യപ്പെടുന്നുണ്ട്. അത് 6 ടെക്നീഷ്യൻ ഈ പ്ലെയിനിന്റെ കൂടെ പോയി. ഒരു ടെക്നീഷ്യനെ ഇറക്കി തന്നെ കയറ്റിക്കൊണ്ടു. ഒരു 2 വർഷം മുമ്പ് ഞാൻ അദ്ദേഹത്തിന് എയർ മാർഷൽ രാജ്കുമാറിനെ എച്ച് ഓഡിറ്റോറിയം തയ്ച്ചിട്ട് എയർ ചീഫ് മാർഷൽ ഖത്രയുടെ ഒരു ലെക്ചറുണ്ട്. അപ്പൊ അതിന്റെ സ്പോൺസർ ചെയ്തിരുന്ന ഈ അവരുടെ ബ്രോഷറിന്റെ ബാക്ക് പേജ് 1,00,000 രൂപയ്ക്ക് സ്പോൺസർ ചെയ്ത് ഞാൻ ഇവരെല്ലാം വന്നപ്പോൾ എയർ മാർഷൽ രാജ്കുമാർ പിലിപ്പ വളരെ നല്ല മനുഷ്യൻ, വളരെ സൂപ്പർ മനുഷ്യൻ. നമ്മൾ ഈ ഇൻസിഡന്റ് യു ആർ ദ ഗായ് വളരെ സന്തോഷത്തോടുകൂടി പിന്നെ വിളിക്കണമെന്നൊക്കെ പറഞ്ഞു. ഇതൊക്കെ നല്ല അനുഭവങ്ങളാണ്. ബട്ട് യു ഹാവ് ടു പ്രൂവ് ദാറ്റ് യു ആർ സംതിങ് ഗുഡ്. അല്ല ചുമ്മാ ആരും ഒന്നും തരത്തില്ല. ഒരുപാട് അനുഭവങ്ങളുണ്ട്. പിന്നെ ഈ നല്ല ടഫായിട്ടുള്ള ഓഫീസർമാരുടെ കൂടെ അവർക്കൊരു രീതിയുണ്ട്. നമ്മുടെ രീതിയിലോട്ട് അവരെ കൊണ്ടുവരാൻ പറ്റത്തില്ല. അവരുടെ ചില നിസാര ആവശ്യങ്ങളായിരിക്കും. അവരോട് ഒരിക്കലും നോ പറയരുത്. ഒരു കാര്യം ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെയ്തിരിക്കണം. പിന്നെ വർഗീസ് എന്ത് ചെയ്താലും ശരിയാ, അദ്ദേഹം തന്നെ പറയും ഈസ് റൈറ്റ്, ഹി വിൽ നോട്ട് ഡു റോങ്. പക്ഷെ ആ ഒരു കോൺഫിഡൻസ് ബിൽഡ് ചെയ്യാനുള്ള കഴിവും പ്രാപ്തിയും തന്മയത്വവും ഏകാഗ്രതയും ഡിസിപ്ലിൻ, യൂണിഫോം, ടേൺ ഔട്ട്, ഹെയർ കട്ട്, അത് കഴിഞ്ഞാൽ നമ്മളെ കണ്ടുകഴിഞ്ഞാൽ 100 പേരുടെ കൂട്ടത്തിൽ നിന്ന് ഒറ്റ നോട്ടത്തില് തിരിച്ചറിയണം. ഞാൻ ഭൂജിലായിരുന്നപ്പം അതിനെക്കാട്ടും വലിയ ടഫായിരുന്നു എയർ മാർഷൽ എസ്.കെ. ജെയിൻ. പുള്ളിക്ക് യാതൊരു മതവും ഇല്ല, ഒരു മതവും ഇല്ല, ഒരു ദൈവവും ഇല്ല. പുള്ളി ടഫസ്റ്റ് മാൻ ഞാൻ എവർ സീൻ. അദ്ദേഹത്തോടൊപ്പം എനിക്ക് 2 വർഷം സെക്രട്ടറി ആയിട്ട് ജോലി ചെയ്യാൻ അവസരം ലഭിച്ചു. അദ്ദേഹം ഒരു കാര്യത്തിനും നോ പറയാൻ പറ്റത്തില്ല. എന്നോട് വന്നോടനെ പറഞ്ഞു, എന്റെ ഈ സെയിം ഗ്രൂപ്പ് ഇങ്ങമായിട്ട് സവാനിയാണ് വിളിച്ചു പറയുന്നത്. ഞാൻ ചെന്നതിന്റെ പിറ്റേ ദിവസം പറഞ്ഞു മൈ ബോസ് ഈസ് കമ്മിങ്. അദ്ദേഹം പാകിസ്ഥാനും എയർ അറ്റാച്ച് ചെയ്ത് വന്നതാണ്. 2ാമത്തെ ദിവസം എന്നെ അവിടെ വിളിച്ചിട്ട് സവാനി ടോൾഡ് മീ അബൌട്ട് യു, മൈ റിക്വയർമെന്റ് ദിസ് 2-3 കാര്യങ്ങൾ. ഞാനൊരു കാര്യം പറയാൻ ചെയ്തിരിക്കണം. എന്നോട് നോ പറയരുത്. യു ഹാവ് ടു ബി പഞ്ച്വൽ. ഇഫ് ഐ സേ ഷൂട്ട് മീൻസ് ഷൂട്ട്, ദാറ്റ് മീൻസ് ഇറ്റ്സ് മൈ ഓർഡർ. അത്രേ ഉള്ളൂ. ക്യാൻ യു ഡു ദിസ്? യെസ് സർ. അദ്ദേഹത്തോടു കൂടി 92 മുതൽ 94 അവസാനം വരെ അവിടെ ചെയ്തു. 2 വർഷത്തിൽ പരം ചെയ്തു.